ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പെട്ടെന്ന് തീരുമാനിച്ച ഒരു വീഡിയോ അല്ല, നമ്മുടെ യാത്ര. അങ്ങനെ വീട്ടിൽ നിന്നൊന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ട. ഇപ്പം നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ ഇന്നത്തെ. എവിടെയാന്ന് ഈ സ്ഥലമെല്ലാം കണ്ടിട്ട് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ വലിയ എന്തെന്ന് സംഭവം ഫേമസ് ആണ്, പക്ഷേ നമ്മളെ കേരളത്തിൽ നിന്ന് അധികം ആൾക്കാരും വന്നിട്ടുണ്ടാവും. നമ്മൾ കാസർഗോഡുകാർക്ക് മാത്രമേ അറിയുന്ന സ്ഥലമായിരിക്കും. എന്തായാലും നമ്മളിത് ഹനുമാൻഗിരി വന്നിട്ടുണ്ട്. ഒരു 9 കഴിയുമ്പോൾ തീരുമാനിച്ചു. 9:50 തീരുമാനിച്ചു പോവാന്ന്. 10:55 ബസ്സിലേക്ക് വന്നു. ഇപ്പം നമ്മൾ ബസ്സില്ല, ബസ്സിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ബസ് മിസ്സായ പിന്നെ ബസ് ഉണ്ടാവില്ല. അങ്ങനെ അത് എത്തിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ബാക്കിയല്ല ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് പോലും ഇല്ല കേട്ടോ നടക്കാൻ. നമ്മൾ എത്തിയിട്ടുണ്ട്. ശ്രീക്ഷേത്രം ഹനുമാൻഗിരി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഹനുമാനുണ്ട് ഇതിൽ അങ്ങോട്ട് കുറേ പ്രത്യേകതകളുണ്ട്. അതെല്ലാം കാണിച്ചു തരാം. എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മളിതാ അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളിയിട്ടാണ് കാണാൻ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം ഇത് കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇത് വരണം എന്തായാലും. അത്രക്കൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് എന്തായാലും. വലിയൊരു ഹനുമാൻ്റെ പ്രതിമയാണ് അമ്പലത്തിൻ്റെ അടുത്ത്. ഇത് അമ്പലമല്ല കേട്ടോ, അമ്പലം അപ്പുറത്താന്നുള്ളത്. നമ്മൾ പ്രസാദം മേടിച്ചിട്ടാക്കി കഴിഞ്ഞു. പിന്നെ അപ്പുറത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തേക്ക് പോവാം. ഇവിടുത്തെ എല്ലാം പൂജയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തേക്ക് പോകാം. പ്രസാദം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തേക്ക് പോകാനുണ്ട് നമുക്ക്. വീട്ടിലെ കുറി കുറഞ്ഞോ? വീട്ടിൽ ഒന്ന് നോക്കി ഇങ്ങോട്ട്. ശരിക്കും ഇതൊരു പാർക്ക് പോലെ കേട്ടോ. അമ്പലം കഴിഞ്ഞാൽ കുറച്ച് ഇപ്പുറത്തേക്ക് പാർക്കുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ നോക്കിയാൽ ഇങ്ങനെയെല്ലാം ഉണ്ടാവും. പക്ഷേ വേനൽക്കാലത്ത് നല്ല രസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഉണങ്ങിയിട്ടുണ്ടാവും, കാണാനും ഒരു നല്ല രസമുണ്ട്. അപ്പുറത്താണ് അമ്പലം ഉള്ളത്. ആ അമ്പലത്തിൽ ഒരു വലിയ വിഗ്രഹം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ്. ഇപ്പം നേരത്തെ കണ്ടിട്ടാ, അതിനേക്കാളും വലിയ വിഗ്രഹമല്ലേ അത്. ഓക്കെ, വ്യൂസ് എല്ലാം നല്ല രസമുണ്ട്. എന്തായാലും ഞാൻ കാണിച്ചത് പാർക്കാണ് ശരിക്കും. മീൻസ് അങ്ങോട്ടേക്ക് പാർക്കാണ്. ഇതാ കണ്ടോ, ഇങ്ങനത്തെ ഒരുപാട് പ്രതിമകളെല്ലാം ഉണ്ട്. ഇതല്ല ഞാൻ പറഞ്ഞത്, അപ്പുറത്താണ്. കാണിച്ചു തരാം. തലോട്ടുള്ളത് പിന്നെ കാണിക്കാം കേട്ടോ. ഇപ്പം അമ്പലത്തേക്ക് പോകാണ്ട്. ഇതാണ് അമ്പലം ഇതിലേക്ക് കയറി പോകണം. എന്നിട്ട് ശ്രീരാമൻ്റെ പ്രതിമയായിട്ടുള്ളത്. ഹനുമാൻ താഴെയും ശ്രീരാമനാണ് ഉള്ളത്. കുറേ ആൾക്കാർ ഉണ്ട് കേട്ടോ. നമ്മൾ ശ്രീരാം നമ്മൾ നേരത്തെ വിചാരിച്ചത്, ഞാൻ എത്രയും ദിവസം വിചാരിച്ചിട്ടുണ്ടായി. എന്താ അറിയോ, ഇത് ഹനുമാൻ്റെ വിഗ്രഹം ഇതുള്ള പ്രതിമയാണ് ഇല്ലത്. പക്ഷെ ഹനുമാൻ്റെതല്ല കേട്ടാ, ശ്രീരാമനാണ്. കാണിച്ചു തരാം. ശ്രീരാമൻ്റെ വലിയ വിഗ്രഹം, താഴെ ഹനുമാൻ്റെ വലിയ. അങ്ങനെ കണ്ടോ, ഇത്രയും വലിയ ഹനുമാനും ശ്രീരാമനും മിക്സാണ്. ആരായാലും പ്രശ്നമില്ല കേട്ടോ. സംഭവം മനസ്സിലായാലും. ഇപ്പോൾ ശ്രീരാമൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല രസമായിട്ടോ കാണാൻ, ഭയങ്കര രസമാണ്. എന്തായാലും വരണം. ഏടായാലും ഏത് ജില്ലക്കാരായാലും. കാസർഗോഡല്ല, കർണാടകയിലാണ് ഹനുമാൻഗിരി ഉള്ളത്. കാസർഗോഡിനടുത്ത് നമുക്ക് അടുത്താണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ആരായാലും ഏത് ജില്ലക്കാരായാലും വരേണ്ട ഒരു സ്ഥലമാണ്. അടിപൊളിയാണ്. കുട്ടീനെ ഫോട്ടോ എടുക്കുന്നതാണ്. ഈ കുട്ടി എത്ര ആയാലും ഒതുങ്ങി നിൽക്കുന്നില്ല. ഓരോ ചിരിക്കാൻ പറയുമ്പോൾ വേറെ തന്നെ രീതി. അവസാനം ക്യാമറമാൻ തോറ്റിരിക്കുന്നു. ഇന്ന് നന്നായിട്ട് നമുക്ക് മൊത്തത്തിലുള്ള വ്യൂ കാണാൻ പറ്റും കേട്ടോ. താഴേക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല, ഇതെല്ലാം കാണാൻ പറ്റും. കുറേ കൂട്ടം വന്നിട്ടുണ്ടാവും. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരും, അങ്ങോട്ട് ആ പാർക്കിലെല്ലാം പോവും, പിന്നെ പോവും. അത്ര മാത്രമേ ഇല്ല. അല്ലാണ്ട് ഇങ്ങനെ ഇത്രയും ടൈം സ്പെൻഡ് ആക്കിയിട്ടാട്ടെ ഈ അമ്പലത്തിൽ വന്നിട്ട്. അത് നമ്മൾ പാർക്കിലെത്തി. പക്ഷേ പാർക്ക് നോക്കിയപ്പോൾ ഫുള്ള് പാർക്കെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേർക്ക് കുറച്ചൊന്ന് ജസ്റ്റ് ഒരു ടൈം പാസ് അത്രയേ ഉള്ളൂ. പിന്നെ നല്ല മരങ്ങൾക്കിടയിൽ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിനെ മൊത്തത്തിൽ കുളമായിട്ടുണ്ട്. ഇനി വേനൽക്കാലം വരണം. മഴക്കാലത്ത് ഇതൊന്നും ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് വേനൽക്കാലത്ത് വരാം. പക്ഷേ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് നല്ല രസം കേട്ടോ. സ്റ്റോറി ഉണ്ട് കേട്ടോ. കന്നഡ വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒന്നും. ഈ അമ്പലത്തിൻ്റെ എല്ലാ സ്റ്റോറിയും ചിത്രരൂപത്തിലിവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ഓരോ നല്ല നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല സ്പോട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഹനുമാൻ്റെ ഗതിയാണ്. ഓരോ സ്ഥലത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനത്തുള്ള നല്ലൊരു സ്പോട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്കാണ് മൊത്തം കാടും നല്ലൊരു ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലുള്ള സ്ഥലമാണ് അങ്ങോട്ട്.
ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പ്രശ്നമായിട്ട്. അതുകൊണ്ട് യൂട്ടിക്ക് എന്താ സുഖമായിട്ട് നടക്കാം. പിന്നെ വൈകുന്നേരം വേനൽക്കാലത്ത് വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരണം. എന്നാൽ നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ അമ്പലത്തിലേക്ക് അമ്പലത്തിൽ ഞാനിവിടെ ഈ ഫുഡിനെ പറ്റി അതൊന്നും അറിയില്ല കേട്ടോ. ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. അധികം ഞാൻ അറിഞ്ഞിട്ട് വരും പോവും അങ്ങനെയുള്ളൂ. ഇതാണ് ഫസ്റ്റ് ടൈം ആ അമ്പലത്തിലേക്ക് ഇങ്ങനെ വന്നത്. കണ്ടോ ആ സൗണ്ട് കേൾക്കാൻ തന്നെ അറിയുന്നുണ്ടാവും ഇവിടെ എത്ര. ഇത് എനിക്കിങ്ങനെ പറയണമെന്നറിയില്ല കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളിയുണ്ട്. ഒരു നല്ല ഇനി എല്ലായിടത്തൊക്കെ പോയെങ്കിൽ ചോറിൻ്റെ സ്ഥലം അറിയുന്ന ആളാണ് മുമ്പിൽ പോകുന്നത്. ഇത്തവണ ഒക്കെ അറിയുന്നില്ല. കാരണം പറഞ്ഞാൽ ഇവിടെ നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടാവില്ല അല്ലേ. ഇങ്ങനെ ഫുഡ് കഴിക്കാൻ അമ്പലത്തേക്കായിട്ട് വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ എല്ലാ പിള്ളേരെയും കൂട്ടിയിട്ട് വരും. ഒന്ന് അമ്പലത്തിൽ പോകും, പിന്നെ ഈ പാർക്കെല്ലാം ഒന്ന് പോയിരിക്കും. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് ഈ പാർക്ക് ഇങ്ങനെ. അല്ലെങ്കിൽ നല്ല രസമുണ്ട്. ഇപ്പം രസമില്ല എന്നല്ല, ഇപ്പോഴത്തെ വൈബ് വേറെ, വേനൽക്കാലത്തെ വൈബ് വേറെ. ഇതിപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ചോറ് കഴിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകട്ടെ. ആ ഫിഷുമി, നമുക്ക് ഫിഷുമിനെ കാണിക്കണേലും. പിന്നീട് ഒരു പയ്യു, വലിയ പയ്യു മീൻസ് പശു ഉണ്ട് കേട്ടാ. ഉദ്ദേശിച്ച പയ്യു അല്ല കേട്ടോ ഇത്. പയ്യുട്ടിനോട് പയ്യു ഉണ്ടെന്ന് പശു ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മളെ കാണിച്ചു ഇത് എന്താ ബസ്സെന്നെല്ലാം പറയൂലേ, അതാണ്. പിള്ളേർക്ക് പോയി പൂച്ചയെ കമ്മക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കണ്ടിട്ട് ഇപ്പം കണ്ടതാ പൂച്ചയെ കമ്മക്കാക്കിയത്. അതാ കണ്ടോ വലിയൊരു ഇത് എന്തെന്ന് പറഞ്ഞ ബസ്സെന്നല്ലേ പറയുന്നതിനാ. കന്നഡത്തിൽ പേര് എഴുതിയിട്ടുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. കുട്ടിയാടാ അതെന്തിയേ ആ കരഞ്ഞോ? പയ്യോ ഒന്നുമല്ല, കവുവാണത്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാറിപ്പോയിട്ടാ. നമ്മൾ ഉദ്ദേശിച്ചത് വേറെ എന്തോ പരിപാടി നടത്തുന്നുണ്ട്. അതേതോ വേറെ വീട്ടിൽ. അത് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വലിയ സ്ഥലമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അക്ഷരം അത് ഊ. അപ്പൊ ഇവിടെ അമ്പലത്തിന്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഒരു സ്ഥലം കിട്ടി. ഇവിടെ പിക്ചർ ഉണ്ടല്ലോ, ഇത് അതിന്റെ സ്റ്റോറി പറയുന്നത് കേട്ടോ. ഓരോ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ളത് അമ്പലത്തിന്റെ സ്റ്റോറിയാണ്. ഇതാണ് നമ്മളെ ഭോജനശാല. ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, മിണ്ടാണ്ടിരിക്കുക, അതൊരു വേറെ തന്നെ ഫീൽ ഇട്ടാ. രസമാണെല്ലാം. നമുക്കറിയാത്ത കുറേ സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മൾ ചോറിക്കാൻ പോയി. എവിടെ പോന്നേ? നമ്മൾ ചോറിക്കാൻ പോന്നെ ഗൈസ്. ഇതാണ് നിറച്ചും അമ്പേങ്ങ പിടിച്ചിട്ടുണ്ട്. കണ്ടോ അതന്നെ അമ്പേങ്ങ തന്നെ. ഇതന്നെ അടുപ്പറച്ചിട്ടില്ല. അച്ചാറിനിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുണ്ട് കേട്ടോ. ഫുഡെല്ലാം കഴിച്ചിട്ടില്ല. നമ്മൾ പിന്നെയും നമ്മുടെ ഫസ്റ്റ് വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ടായി ഫുഡ്? എങ്ങനെയുണ്ടായി? സൂപ്പർ ഫുഡ് കേട്ടോ. നല്ല സാമ്പാറും നല്ല രസവും നല്ലൊരു പച്ചടിയും. അടിപൊളിയില്ലേ? വ്യൂ നല്ല രസമില്ലേ ഇത് കാണാൻ? മുമ്പ് ഇതെല്ലാം ഓപ്പൺ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് ക്ലോസ് ഇട്ടെന്ന് പറഞ്ഞാൽ മുമ്പ് വന്നുകൊണ്ടായത് ഈ വഴിയാണ്. ഇപ്പോൾ ഈ വഴി ക്ലോസ് ആക്കിയിട്ട് ഇപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ആയതാണ്. മുമ്പ് പറഞ്ഞാൽ ആ വഴി വരും, ഇപ്പോൾ ഈ വഴി വരും. ഇപ്പോൾ എന്നാൽ നല്ല രസമെന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ അതിൽ വരുമ്പോൾ തന്നെ ഡയറക്റ്റ് വ്യൂ കാണുന്നത് നമുക്ക് അമ്പലത്തിനാണ്. അമ്പലത്തിൽ നമുക്ക് ഹനുമാനെയാണ് കാണുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഇതിലിങ്ങനെ കറങ്ങിയിട്ട് വരും. പിന്നെ ഇവിടെ സ്റ്റോറി ഉണ്ട് കേട്ടോ. ഫുള്ള് സ്റ്റോറി ഉണ്ട് ഇവിടുത്തെ. ആടെ മുതൽ തുടങ്ങും. പിന്നെ ഇങ്ങനെ പോയിട്ട് ആടെ എന്ത് ചെയ്യും. കന്നഡ വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് സ്റ്റോറി പറയുന്നില്ല. അരുളും. ഇത് കുംഭകർണൻ. ഇതാ കണ്ട കുംഭകർണൻ. പിന്നെ ഇതാ ഹനുമാൻ. ഇതാ കണ്ട ഇത് നമ്മൾ ഇത് രാവണവധ. അതെ, ഇതാരെയും അറിയുന്നില്ല കേട്ടോ. ഈ അത് വെച്ചതാരെയും അറിയില്ല. പിന്നെ ഇതെന്താ? അയ്യോ, ഒന്നും അറിയുന്നില്ല കേട്ടോ. സ്റ്റോറി ഒന്നും അറിയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയുന്നത് വെച്ചതാക്കിക്കോ. സീതനെ തട്ടിക്കൊണ്ടുപോകുന്നതല്ല, അത് കഴിഞ്ഞു. സീത ഭൂമിയിലേക്ക് പോകുന്നതായിട്ടൊരു ശ്രീരാമനും സീതയായിട്ടും എന്തൊക്കെയുണ്ട് സ്റ്റോറി അറിയുന്നവർ പറയണം കേട്ടോ. മൊത്തത്തിലുള്ള 3 നെറ്റുണ്ട. രാവണൻ്റെ സ്ഥലത്തേക്ക്, ലങ്കയിലേക്ക് ഹനുമാൻ പറന്നു പോകുന്നുണ്ട്. ഹനുമാൻ്റെ സത്യമെല്ലാം അറിഞ്ഞിട്ട് പോകുന്ന ആ സ്റ്റോറി എനിക്ക് അറിയായിരുന്നു.
ഹനുമാൻ പോയിട്ടുണ്ട്. നമ്മുടെ വനത്തിലിരിക്കുന്ന സീത, വനത്തിലിരിക്കുന്ന സീത, ആ ഹനുമാൻ പോകുന്നത് അതെല്ലാം ഉണ്ട്. മോളിൽ നിന്നുള്ള വ്യൂ താഴെയിലോട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് നോക്കിയേ, അടിപൊളിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും ഏത് ജില്ലയിലാണെങ്കിൽ പോലും ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടാവണം കേട്ടോ. അടിപൊളിയാണ്, കാണേണ്ട സ്ഥലമാണ്. കുറേ ലോങ് നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. കൗണ്ടറിൽ നമുക്ക് ഇതാക്കിയാൽ ആക്കിയിട്ട് അപ്പോഴത്തേക്ക് തന്നെ പ്രസാദം കിട്ടുന്നു. പൂജ നല്ല എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒരു സങ്കല്പം ഉണ്ടാവില്ലേ, അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബസ് 10:50 പൂവടുക്കത്തേക്ക് ഡയറക്റ്റ് എടുത്തേക്ക് വരും. അതുപോലെ തന്നെ ഇവിടുന്ന് 1:40 ബസ് ഡയറക്റ്റ് പൂവടുക്ക സെറ്റ്. ഇവിടെ തന്നെയും തോന്നുന്നു. ഈ അമ്പലത്തിൻ്റെ ഭാഗമൊന്നും എനിക്കറിയില്ല, ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ഒരു ഗോശാലയും കൂടി ഉണ്ട് കേട്ടോ. കുറേ കുഞ്ഞുമ്പുണ്ട്, അവൾ തട്ടണം. ഇതൊരു ഗോശാല ഉണ്ട് കേട്ടോ. സൈഡ് കൊമ്പ് അതന്നെ. ഇത് അമ്പലത്തിൻ്റെ ഭാഗമൊന്നും അറിയില്ല, എന്നാലും ഇതിൻ്റെ കൊമ്പ് നോക്കിയേ. തൊടുന്ന നീ തൊടണ്ടപ്പം നമുക്ക് ചെറിയ കൊമ്പിനെ തൊടാം കേട്ടോ. നമ്മളെ കുഞ്ഞ് സൈസെന്ന് തോന്നുന്നു കേട്ടോ, വലിയതാവുന്നില്ല. പക്ഷെ നോക്കി കുറച്ച് ചെറുതാണ്, ചെറിയ നാടൻ സൈസുള്ളതാണ് ഇതെല്ലാം. ഈ സൈഡുള്ളതെല്ലാം നല്ല പാങ്ങല പുല്ല് തിന്നുന്നുണ്ട്. ഇവിടെ മുമ്പ് പുല്ല് തിന്നു നോക്കി, കണ്ട. അങ്ങനെ നമ്മുടെ ടെമ്പിൾ വീഡിയോ ഇത്രയും കേട്ടോ. നമുക്കിന്ന് പ്ലാൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ സർക്കസ് നോക്കാൻ പോകാനുള്ള പ്ലാൻ ഉണ്ടായിന്. അത് നടക്കുമെന്ന് പോലും അറിയില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിന് ചെറിയൊരു പണി വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് സെറ്റായാലേ പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു 9:50 തന്നെയും തോന്നുന്നു. എങ്കോള് പറയുമ്പോൾ 9:50 ആയിട്ടുണ്ട്. 10:50 ബസ് നിന്ന്. അപ്പോൾ നമുക്ക് അമ്മ തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ആവണമെന്ന് പേടിച്ച് സെറ്റ് ചെയ്തു. ചോറ് കറിയായി എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇവിടത്തേക്ക് ഇങ്ങനെ വരുന്നത്, അല്ലാണ്ട് ഫ്രീ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടാവില്ല ഇതുവരെ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ യാത്ര, ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിക്കാതെ വന്ന യാത്ര. വരാത്തവരെന്തായാലും വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ. എടുത്തോ പെണ്ണതാ, പെണ്ണാടെത്തിട്ടാ ടാറ്റാ. ക്യൂട്ടി, ടാറ്റ.